ഇപ്പോഴവിടെ 4 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് എത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. VS രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഉറപ്പായും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തേണ്ടി വരും. അതിൻ്റെ അറിയിപ്പുകളൊക്കെ ഇതിനോടകം തന്നെ പോയിട്ടുണ്ടാകും. അടുത്ത് മീഞ്ചന്തയൊക്കെയാണ്, മീഞ്ചന്ത ഫയർ സ്റ്റേഷനൊക്കെയാണുള്ളത്. അവിടെ നിന്നൊക്കെ കൂടുതൽ യൂണിറ്റുകൾ എത്തുന്നുണ്ടോ? ലഭ്യമാകുന്ന വിവരം എന്താണ് രഞ്ജിത്ത്? VS രഞ്ജിത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഈ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ 2ഉം 3ഉം നിലകൾ പൂർണ്ണമായി കത്തി നശിക്കുകയാണ്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ ഈ തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ ഈ കെട്ടിടത്തിനകത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് നിന്ന് കത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം, അതിനകത്ത് ഉണ്ടായിരുന്ന ജീവനക്കാരെ, അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്നിരുന്ന ആളുകളെ ഒക്കെ പൂർണ്ണമായി ഒഴിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ബന്ധപ്പെട്ടവരാണ് മറുപടി നൽകേണ്ടത്. ഫയർഫോഴ്സ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ചില നാട്ടുകാരൊക്കെ പ്രതികരിക്കുന്നത് കണ്ടിരുന്നു. 2 പേരെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പ്രതികരിക്കുന്നത് കണ്ടിരുന്നു. അവർക്ക് പൊള്ളലേറ്റതാണോ, പുകശ്വസിച്ചുള്ള ശാരീരിക അസ്വസ്ഥതയാണോ എന്നതൊന്നും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും ആളുകൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നില്ല. ഈ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സാധ്യമായ വഴിയിലൂടെയെല്ലാം ഈ ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ കെട്ടിടം പൂർണ്ണമായി കത്തുന്ന നിലയുണ്ട്. അതിൻ്റെ 2 നിലകൾ പൂർണ്ണമായി കത്തുന്ന നിലയുണ്ട്. തീ അണയ്ക്കുന്ന കാര്യത്തിൽ വലിയൊരു പുരോഗതി കൈവരിക്കാൻ ഇതിനോടകം ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. കാരണം അത് വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. അതിനകത്തുള്ള തീ അണയ്ക്കണമെങ്കിൽ അതിൻ്റെ മുൻഭാഗത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് വേണം അതിനകത്തുള്ള തീ അണയ്ക്കാൻ. പക്ഷേ അതിനിപ്പോഴും ഫയർഫോഴ്സിന് സാധ്യമായിട്ടില്ല. കാരണം മുൻഭാഗത്ത് തന്നെ വലിയ രീതിയിൽ തീ ഇപ്പോഴും ആളിപ്പടരുന്ന നിലയാണുള്ളത്. AK അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, എന്താണ് ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അഭിലാഷ്, വെഡിംഗ് സെക്ഷനിൽ, അതായത് 2ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അവിടുന്ന് തീ മുകളിലേക്ക് ആളിപ്പടരുകയായിരുന്നു. ഇപ്പോൾ 2, 3 നിലകളിൽ തീ ആളിപ്പടരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും തീ നിയന്ത്രണ വിധേയമല്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന ആളുകളെ ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയത്ത് അവിടെ പുകയൊക്കെ ഏറ്റ് ചില ആളുകൾക്ക് നേരിയ തോതിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. അത്തരത്തിൽ 2 പേരെ നേരത്തെ പുറത്തേക്ക് കൊണ്ടുപോയും പോലീസ് വാഹനത്തിലേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരൻ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? മുക്കാൽ മണിക്കൂർ 1 മണിക്കൂറോളമായി. ഇതിനകത്തുള്ള ആളുകളെയൊക്കെ പുറത്താക്കിയിരുന്നു. അപ്പൊ തന്നെ തീ പിടിച്ച് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പുറത്തേക്ക് ആക്കി. സ്റ്റാഫിനും അവരുടെ കസ്റ്റമേഴ്സിനൊക്കെ പുറത്തേക്ക് ആക്കിയത്. ഇതിനകത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല? കുടുങ്ങിക്കിടക്കുന്നില്ല. വെഡിംഗ് സെക്ഷനിലാണോ ആദ്യം തീപിടുത്തം? വെഡിംഗ് സെക്ഷനിലാണ്. ഇപ്പോൾ 2, 3 നിലകളാണോ തീപിടുത്തം ഉണ്ടാകുന്നത്? 2, 3 നിലകൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ധാരാളം തുണിത്തരങ്ങൾ ഇട്ടില്ലേ? ആ തുണിത്തരം കണ്ട് വില പിടിച്ച സാരികളൊക്കെയാണ് കൂടുതൽ ആ ഭാഗത്തൊക്കെ ഉള്ളത്. അതൊക്കെ കെട്ടിപ്പോയിരുന്നു. തീപിടുത്തം ഉണ്ടായി ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയിരുന്നു? ഇല്ല, ഒരു 20 മിനിറ്റ് 25 മിനിറ്റിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും തീപിടുത്തമുണ്ടായ 20-25 മിനിറ്റുകൾക്ക് തന്നെയാണ് ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 4 യൂണിറ്റുകൾ ഫയർഫോഴ്സ് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. വെഡിംഗ് സെക്ഷനിലുള്ള ആ ഭാഗത്താണ് തീപിടുത്തമുണ്ടാകുകയും പിന്നീട് മുകൾ ഭാഗത്തേക്ക് തീ ആളിപ്പടരുകയും ചെയ്തെന്നാണ് പറയുന്നത്. അതേസമയത്ത് ഇതിനകത്തുണ്ടായിരുന്ന ജീവനക്കാരെയും അതോടൊപ്പം തന്നെ തുണിത്തരങ്ങൾ വാങ്ങാനെത്തിയ ആളുകളെയും ഒക്കെ ഉടൻ തന്നെ പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേർക്കാണ് ദേഹാസ്യം അനുഭവപ്പെട്ടത്. അവരെ പോലീസ് വാഹനത്തിലേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മറ്റു തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ 2 ഫയർഫോഴ്സ് എഞ്ചിനുകൾ കൃത്യമായി വെള്ളം ചീറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അതിന്റെ അകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അകത്ത് വലിയ തരത്തിൽ തീപിടുത്തമുണ്ടാകുകയും തീച്ചുരുളുകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയേറെ വലിയ തീപിടുത്തമാണ് ഇതിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.